ഇടതു സർക്കാർ പൊതു ആരോഗ്യ മേഖലയെ ദുർബലമാക്കി വെന്റിലേറ്ററിലാക്കിയെന്ന KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം TN പ്രതാപൻ. സാധാരണക്കാർക്ക് ആശ്രയമാകേണ്ട സർക്കാർ ആതുരാലയങ്ങളുടെ സംരക്ഷണത്തിനായി ഒരു നടപടിയും കൈക്കൊള്ളുന്നില്ലെന്നും പ്രതാപൻ ആരോപിച്ചു. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്നത് സാക്ഷര കേരളത്തിലാണെന്നും അദ്ദേഹം എത്ര തലപൂഴ്ത്തി വെച്ചാലും എല്ലാം ജനങ്ങൾ കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണെന്നും പ്രതാപൻ പറഞ്ഞു. രാജ്യത്ത് ഒന്നാം സ്ഥാനമെന്നത് വീമ്പ് പറഞ്ഞ കേരള ആരോഗ്യരംഗത്തെ നാഴികക്കല്ലുകളായ മെഡിക്കൽ കോളേജുകൾ ഇന്ന് വെന്റിലേറ്ററിലാണ്. പാവപ്പെട്ടവരുടെയും സാധാരണക്കാരുടെയും ആശ്രയമായി ആതുരാലയങ്ങളായി പ്രവർത്തിക്കേണ്ട സർക്കാർ ആശുപത്രികൾ ഇന്ന് നിഷ്ക്രിയ സ്ഥാപനങ്ങളായി മാറുന്നത് മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും കാണാതെ പോകുന്നത് ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾക്ക് വഴിയൊരുക്കുമെന്നും പ്രതാപൻ കൂട്ടിച്ചേർത്തു. KPCC ആഹ്വാനപ്രകാരം ആരോഗ്യ മേഖലയോടുള്ള സർക്കാരിന്റെ അവഗണനയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രതാപൻ. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷനായി. ആരോഗ്യമന്ത്രിയെ അഭിസംബോധന ചെയ്യുമ്പോൾ മന്ത്രി വീണ എന്നല്ല, ഇപ്പോൾ ചേരുന്നത് വീണ മന്ത്രിയാണെന്ന് ടാജറ്റ് പറഞ്ഞു. നേതാക്കളെ MP വിൻസെന്റ്, ജോസ് വള്ളൂർ, അനിൽ അക്കര, ജോസഫ് ചാലിശ്ശേരി, രാജേന്ദ്രൻ അരങ്ങത്ത്, സുനിൽ അന്തിക്കാട്, ഷാജി കോടങ്കണ്ടത്ത്, ജോൺ ഡാനിയേൽ, NR സതീശൻ, KC ബാബു, TM കൃഷ്ണൻ, E വേണുഗോപാലമേനോൻ, P സുലൈമാൻ, ജിജോ കുര്യൻ, PJ രാജു, VK രഘുസ്വാമി, ജിമ്മി ചൂണ്ടൽ, ലീല രാമകൃഷ്ണൻ, വിപിൻ വടേരിയാട്ടിൽ, PG ജയദീപ്, PV ബിജു, സുരേഷ് അവണൂർ, KV ദാസൻ, കല്ലൂർ ബാബു, KH ഉസ്മാൻ ഖാൻ, MS ശിവരാമകൃഷ്ണൻ, T നിർമ്മല തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കേരള ഗവൺമെന്റ് പൊതു ആരോഗ്യ മേഖലയെ വെന്റിലേറ്ററിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. പൊതു ആരോഗ്യ മേഖല വെന്റിലേറ്ററില്ല എന്നാണ്. ഈ വെന്റിലേറ്ററിൽ നിന്നും ഈ മാറുവന്ന് പൂർണ്ണമായും അവസാനിക്കും. ഇങ്ങനെ ഒരു സാഹചര്യം UP പോലും നമ്മൾ പലപ്പോഴും UP ബീഹാറിലെയും കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കും. UP ഏതെങ്കിലും സ്ഥാപനങ്ങളിലോ ബീഹാറിലെ സ്ഥാപനങ്ങളിൽ ഇങ്ങനെ കാണാനിടയില്ല. പരിപൂർണമായും വെന്റിലേറ്ററിലാക്കിയിരിക്കുന്നു കേരളത്തിന്റെ പൊതു ആരോഗ്യ മേഖലയെ പിണറായി ഗവൺമെന്റ് എന്ന കാര്യം ശക്തമായ ഭാഷയിൽ